നെഗറ്റീവ് പറയാനല്ല, ചിലപ്പം വല്ല തലയ്ക്ക് വല്ല സുഖമില്ലാത്ത ആരെങ്കിലുമായിരിക്കും. പ്രഭാസിൻ്റെ ആ കഴിഞ്ഞ 3 സിനിമകളെ പോലെ ആവുമെന്ന് പേടിച്ചാണ് ഇന്ന് കാണണ്ടെന്നൊക്കെ വിചാരിച്ച് പോയി കണ്ട. അവസാനത്തെ ഒരു 1.5 മണിക്കൂർ പടം നിന്നങ്ങ് കത്തും. അടിപൊളി, നല്ല കിടിലം പടം. ഞാൻ ആ ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫാണ്, അതിൽ നിന്ന് അത്യാവശ്യം കൊള്ളാമെന്നുള്ള സെക്കൻഡ് ഹാഫായിട്ട് തുടങ്ങി തീപ്പൊരു ക്ലൈമാക്സ്. അവസാനത്തെ ഒരു 1.5 മണിക്കൂർ പടം നിന്നങ്ങ് കത്തും. അടിപൊളി പടമാണ്. പ്രഭാസിൻ്റെയും കമലഹാസൻ്റെയൊക്കെ ഇൻട്രോയൊക്കെ ഭയങ്കര കിടിലമാണ്. ക്യാമിയൊന്നും വലിയ സംഭവമൊന്നുമല്ല, മ്യൂസിക്കും ഒന്നും വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ കൊള്ളാം. പടം വെറുത്ത തിയേറ്ററിൽ തന്നെ കാണാം. VFX വർക്കൊക്കെ കൊള്ളാം. ഇല്ല അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. മുന്നേയുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. കമലഹാസൻ്റെ സീൻ കുറവാണ്, പക്ഷേ അടുത്തേക്ക് കാണും. സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നല്ല ഇത് കാണും. കുഴപ്പമില്ല, കൊള്ളായിരുന്നല്ലോ. അല്ലല്ല കൊള്ളാം, ന്യൂ ജനറേഷനായിട്ടൊക്കെ മാച്ചാവുന്നു. അടിപൊളി പടം, ഇഷ്ടപ്പെട്ട എല്ലാ അടിപൊളി പടം തന്നെ. പടം അടിപൊളി, ലാസ്റ്റ് സീന് പക്ക അടിപൊളി പടം. അല്ലല്ല ഇടയ്ക്കിടയ്ക്ക് ബാക്കിയെല്ലാം ഓക്കെയാണ്. സൂപ്പർ, അടിപൊളി, കൊള്ളാം, അടിപൊളി സിനിമ, കൊള്ളാം, നല്ല പടം തന്നെ. സലാർ പോലെയല്ല, നല്ല പടം. ഒരു ഇന്ത്യൻ മൂവിയാണെന്ന് പറയത്തില്ല, മൊത്തത്തിലൊരു ഹോളിവുഡ് വൈബുണ്ട്. കൊള്ളാം, നല്ലൊരു പടമാണ്. കണ്ടുകൊണ്ടിരിക്കാനായാലും മൊത്തത്തിലായാലും. പിന്നെ VFX ഇടയ്ക്കൊക്കെ കുറച്ച്, അല്ലാതെ ബാക്കിയെല്ലാം വളരെ നൈസ് പടമാണ്. കൊള്ളാം, പടം കൊള്ളാം. ഹോളിവുഡ് ലെവൽ സാധനമാണ്, കാണണം. പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് തോന്നാം, പക്ഷേ അല്ല, ഇത് പാർട്ട് 1 ആണ്, ഇനിയുണ്ട് കാണാം. പിന്നെ സ്പോയിലർ ഇല്ലാതെ എല്ലാവരും വന്ന് കാണാം. സ്പോയിലർ ഇല്ലാതെ കാണാനായിരിക്കും നല്ലത്. കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് സൂപ്പറായിരുന്നു, പക്ഷേ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒരു തള്ളൊക്കെ കുറച്ച് പരിപാടിയായിരുന്നു. അല്ല അങ്ങനെയായിട്ട് തോന്നില്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാം. അടിപൊളി സിനിമ, സൂപ്പർ എന്ന് പറയുമ്പോൾ പ്രഭാസിൻ്റെ ബാഹുബലിയെക്കാട്ടിയും മേളിൽ നിൽക്കുന്ന ഒരു സിനിമ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ആണ്. ശരിക്കും അതൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന വിഷ്വൽ എഫക്ട്സ് ആണ്. നമ്മുടെ ഹോളിവുഡ് സിനിമയിൽ സ്റ്റാർ വാഴ്സ് അങ്ങനെയൊക്കെയുള്ള ഫിലിമിൽ ചെയ്തേക്കുന്ന പോലെ അത്രയും എഫക്റ്റീവായിട്ടുള്ള വിഷ്വൽ എഫക്ട്സ് ഇതിലുണ്ട്. പിന്നെ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, ഓരോ നടന്മാരും നടിമാരും എല്ലാം അടിപൊളി, സൂപ്പർ. പിന്നെ ശോഭനയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് ഈ സിനിമയിൽ. ശോഭന ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് ഈ സിനിമയിൽ. അത്ര എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റണ്ട് സീനൊക്കെ ഉണ്ട്, ശോഭന, അന്നാബെൻ്റെയൊക്കെ, പക്ഷെ അതെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രഭാസ് അടിപൊളി. പ്രഭാസിൻ്റെ ആ കഴിഞ്ഞ 3 സിനിമകളെ പോലെ ആവുമെന്ന് പേടിച്ചാണ് ഇന്ന് കാണണ്ടെന്നൊക്കെ വിചാരിച്ച് പോയി കണ്ട, പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ. ഇല്ലല്ലോ, ഒരു നെഗറ്റീവ് ഇല്ല. നെഗറ്റീവ് പറയാനല്ല, ചിലപ്പം വല്ല തലയ്ക്ക് വല്ല സുഖമില്ലാത്ത ആരെങ്കിലുമായിരിക്കും. അത്രയും നല്ല ഫിലിം. ഒരു മോശം ഒരു പറയാത്ത രീതിയിൽ വിഷ്വൽ എഫക്ട്സ് നമ്മൾ ഒരു അത് ഏറ്റില്ലെങ്കിൽ നമുക്കൊരു ഫാൻസി ഡ്രസ്സ് പോലെ ആയിരിക്കും. അങ്ങനെയൊന്നുമല്ല, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വിഷ്വൽ എഫക്റ്റ്. അതാണ് കഴിഞ്ഞ ഒരു സലാർ, സാഹോ, ആദിപുരുഷ് ഒരു അഭിപ്രായമില്ലാത്ത ഇത്രയും ഒരു ഭീകരമായിട്ടുള്ള സിനിമ വേറൊന്നുമില്ല. അങ്ങനെയാണ് പോയി കണ്ടത്. ഇതും അമ്മാതിരി ആയി പോകുന്നു, പക്ഷേ അടിപൊളി, സൂപ്പർ. പിന്നെ ഇനി അതിനകത്ത് ഒരു 2ാം ഭാഗം വരെ മിക്കവാറും ഈ സിനിമ കണ്ട് ഇറങ്ങുന്നവർ അടുത്ത 2ാം ഭാഗത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരിക്കും. അത്ര അടിപൊളിയാണ്, സൂപ്പർ.